2017 ഒരു മെക്സിക്കൻ അപാരത എന്ന സിനിമ വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അത് അവരുടെ പാർട്ടിയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എന്ന പേരിൽ ആ പടത്തെ ആഘോഷിക്കുന്നത്. എന്നാൽ ശരിക്കും നോക്കിയാൽ എളുപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സിനിമ ഇടതുപക്ഷം വയലൻസിനെ പിന്തുടരുന്നവരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണ്. അവരെ ഹീറോ ആയി കാണിച്ചപ്പോഴേക്കും പലർക്കും ആ ഒരു അജണ്ട സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിച്ഛായ എന്ന സിനിമയുടെ റിവ്യൂവിൽ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ കാരണം, പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രതിച്ഛായ എന്ന സിനിമ ഏറെ വിവാദമായ ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട സോളാർ കേസിൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം പോലെ തോന്നും. പക്ഷേ ആ ഒരു പ്രോസസ്സിന്റെ നടുവിലൂടെ കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിലേക്കും അതിനുള്ളിൽ നടക്കുന്ന കളികളിലേക്കും ഒക്കെ ഈ സിനിമ പോകുന്നുണ്ട്. ഇടതുപക്ഷം പേരിന് മാത്രമുള്ള ഈ ഒരു പൊളിറ്റിക്കൽ സിനിമ പ്രഥമ ദൃഷ്ട്യാ ഒരു പ്രൊപ്പഗണ്ട സിനിമയായിട്ട് തോന്നില്ലെങ്കിലും, കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു മിനിമം ധാരണ ഉണ്ടെങ്കിൽ ഇതിലെ സോഫ്റ്റ് പ്രൊപ്പഗണ്ട നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കേരള മുഖ്യമന്ത്രിയായ ശ്രീ വർഗീസ് ഒരു വിവാദ പുരുഷനാണ്. പുള്ളിയെ ചുറ്റിപ്പറ്റി ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അതിൽ ഭൂരിഭാഗവും പുള്ളി കോടതിയിൽ പോയി ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയിരിക്കെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന ലൈംഗിക അതിക്രമ ആരോപണം അദ്ദേഹത്തെ കാര്യമായിട്ട് ബാധിക്കുന്നു. രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതുപോലെ ഒരു പടിയിറക്കമായിരുന്നില്ല പുള്ളി രാഷ്ട്രീയത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തൻ്റെ അച്ഛൻ്റെ മങ്ങിപ്പോയ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടി ഇളയ മകനായ ജോൺ വർഗീസ് നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ രചന നിർവഹിച്ചിട്ടുള്ള സിനിമകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലെല്ലാം കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അതാത് കാലഘട്ടങ്ങളിൽ പ്രാധാന്യമുള്ള എന്തെങ്കിലും ഒരു എലമെന്റോ ഇവന്റോ എടുത്തുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി നെടുനീളം ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു തിരക്കഥ സൃഷ്ടിക്കുകയാണ് പുള്ളിയുടെ ഒരു പാറ്റേൺ. ഇത്തവണ പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റുകളുടെ സമൂഹത്തിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചാണ്. ഫ്രീ ആയിട്ട് പലതും കൊടുത്ത് ആളുകളെ അതിലേക്ക് ആകർഷിതരാക്കിയിട്ട് അവർ ശരിക്കും നേടിയെടുക്കാൻ നോക്കുന്ന സംഗതികളെക്കുറിച്ചൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം ഓൺ പേപ്പർ വളരെ സംശുദ്ധമായ ഉദ്ദേശമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഫിലിം മേക്കിങ്ങിലേക്ക് വരുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് പടത്തിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു അപ്ഗ്രേഡ് അല്ലാതെ കഥ പറച്ചിലിൽ ഒരു മാറ്റം ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നെടുനീളൻ ഡയലോഗുകളിലൂടെ എക്സ്പോസിഷൻ ചെയ്യുന്ന എഴുത്ത് രീതിയും അദ്ദേഹം ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്പേസിലേക്കൊക്കെ കഥ പോകുമ്പോൾ ഡച്ച് ആംഗിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിഷ്വലി ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ഗിമ്മിക്ക് പോലെ ആവുകയാണ്. ഈ പടത്തെ കുറച്ചുകൂടെ നിരാശാജനകമാക്കിയത് ഒരർത്ഥത്തിൽ ഇവരുടെ അനാവശ്യമായിട്ടുള്ള പല ക്ലെയിമുകളുമാണ്. സിനിമ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഈ സിനിമയ്ക്ക് ഉമ്മൻചാണ്ടിയും സോളാർ കേസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, സോളാർ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ ഉമ്മൻചാണ്ടിയുടെ എലമെന്റുകൾ ക്യാരക്ടറൈസേഷനുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും എന്ന രീതിയിലായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അതൊരു നുണയാണെന്ന് പറയാതെ വയ്യ. കഥാപാത്രങ്ങളുടെ പേര് മാറ്റിയതുപോലെ കേസിന്റെ പേര് അവർ മാറ്റിയിട്ടുണ്ടാകും. പക്ഷെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് ഏത് കേസാണ് എന്ന് എളുപ്പം ഊഹിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ക്ലെയിം ആയിരുന്നു ഇതൊരു ഫാദർ സൺ റിലേഷൻഷിപ്പ് ഡ്രാമയാണ്, രാഷ്ട്രീയം വെറും പശ്ചാത്തലം മാത്രമാണ് എന്നൊക്കെ. എന്നാൽ പടത്തിന്റെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അധികാര വടംവലികളാണ്. ഫാമിലി സെന്റിമെന്റ്സ് ഒക്കെ കാര്യമായ പ്രാധാന്യമില്ലാത്ത തരം എലമെന്റുകളാണ്. പിന്നീട് പറഞ്ഞ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു സബിത ആനന്ദ്, ഷറഫുദ്ദീൻ മുതലായവർക്കൊക്കെ അവരുടെ കരിയറിലെ തന്നെ ശ്രദ്ധേയമായ എന്ന് പറയാവുന്ന റോളുകൾ ഇതിൽ ലഭിച്ചിട്ടുണ്ട് എന്നത്. അങ്ങേയറ്റം ജനറിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉള്ള ഒരു സിനിമയെക്കുറിച്ച് ഇത്തരം അവകാശവാദങ്ങൾ നടത്തുമ്പോൾ പടം കാണുമ്പോൾ അത് നിരാശയാണ് കൂട്ടുക. മുഖ്യധാരാ സിനിമകൾ സാമാന്യം കാണുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ നായകന്റെ സ്ട്രാറ്റജി കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കാൻ തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തെ എടുത്തിട്ട് അയാളുടെ സവിശേഷതകൾ നായകനും വില്ലനും വീതിച്ചു കൊടുത്തതുപോലത്തെ ഒരു ക്യാരക്ടറൈസേഷനാണ് തിരക്കഥ നടത്തുന്നത്. ആ ഒരു സൈസ് ബിൽഡപ്പ് പരിപാടി കണ്ട് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വേണ്ടി നായകൻ നടത്തുന്ന കാഞ്ഞ ബുദ്ധിയുള്ള പരിപാടികളൊക്കെ ഏറെക്കുറെ പ്രെഡിക്റ്റബിൾ ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥകൾ പോലെ ഇവിടെയും അദ്ദേഹത്തിന്റെ പരന്ന വായനയിലൂടെ ലഭിച്ച അറിവ് ഡയലോഗുകളിലൂടെ നാട്ടുകാരെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണ ഡാറ്റയും ഡാറ്റാ സെന്ററും ഒക്കെയാണ് വിഷയം. ചന്ദ്രു സെൽവരാജിന്റെ സിനിമാറ്റോഗ്രാഫി ഗ്രാൻഡിയോറും സ്റ്റൈലുമാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. പശ്ചാത്തല സംഗീതം പലപ്പോഴും അധികമായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി ഡിപ്പാർട്ട്മെന്റുകളുടെ പോരായ്മ മറയ്ക്കാൻ വേണ്ടി ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റി വെച്ചതുപോലെ ഉണ്ടായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ കാര്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു ഓപ്പണിംഗ് സീക്വൻസിൽ ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള ഒരു സെക്രട്ടേറിയറ്റ് സീക്വൻസ്. പക്ഷേ കട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവസാനം സിനിമയിൽ വന്നിട്ടുള്ള ഭാഗം കാണുമ്പോൾ ഈ പറഞ്ഞ വലിയ ഹൈപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. വളരെ സ്വാഭാവികമായ രീതിയിൽ ഡയലോഗ് പറയുന്ന നിവിൻ പോളി എങ്ങനെ ബി ഉണ്ണികൃഷ്ണനെ പോലെ ഒരാൾ എഴുതുന്ന വടിവൊത്ത ഡയലോഗുകൾ പറയും എന്നതറിയാൻ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും സ്റ്റൈലിലുള്ള ഈ ഒരു വൈരുദ്ധ്യം കാരണമാണെന്ന് തോന്നുന്നു ആകെ മൊത്തത്തിൽ പഞ്ച് ഡയലോഗുകൾക്ക് ഒരു ഡൾ ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലചന്ദ്ര മേനോൻ എഫക്റ്റീവ് ആയിരുന്നു.
ഒരുപക്ഷെ ബി ഉണ്ണികൃഷ്ണൻ എഴുതുന്ന മീറ്റർ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയിട്ടുള്ളത് പുള്ളിക്ക് മാത്രമാണ്. വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന ഷറഫുദ്ദീന് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സ്ലോ മോഷനിൽ ലക്ഷറി കാറുകളിൽ നിന്ന് ഇറങ്ങുക എന്നൊരു പരിപാടി മാത്രമേ കാര്യമായിട്ട് ചെയ്യാനുള്ളൂ. രണ്ടാം പകുതിയിൽ വരുന്ന ഒരു സീനാണ് സബിത ആനന്ദിന് ലഭിച്ചിട്ടുള്ള മികച്ച അവസരമായിട്ട് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നതെങ്കിൽ അവർക്ക് വേണ്ട അവസരം കൊടുത്തിട്ടില്ല എന്നൊരു കുറ്റസമ്മതമായിട്ട് വേണം അതിനെ കാണാൻ. ഹരിശ്രീ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഉദ്ദേശം കാണിക്കാൻ വേണ്ടി പുള്ളിക്ക് അമിതാഭിനയം നടത്തേണ്ടി വരുന്നുണ്ട്. സംഭവം അധ്യായം 1 ഒരു ചെറിയ വേഷത്തിൽ വന്ന നീതു കൃഷ്ണയാണ് ഇതിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്ക്രീൻ ടൈം താരതമ്യേന കുറവാണെങ്കിലും ഭാവിയിൽ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കും എന്നൊരു പ്രതീക്ഷ നീതു തരുന്നുണ്ട്. സായികുമാറിന്റെ സ്ക്രീൻ ടൈമും ഈ സിനിമയിലെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യവും ഒരേ ലെവലിലാണ്. നല്ല അഭിനേതാക്കളായിട്ടുള്ള വിഷ്ണു അഗസ്ത്യ, വൈശാഖ് ശങ്കർ മുതലായവർക്കൊക്കെ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറുകളാണ് ലഭിച്ചിട്ടുള്ളത്. കഥാഗതിയിൽ പ്രാധാന്യമുള്ള എന്നാൽ അഭിനയ സാധ്യത വളരെ കുറവുള്ള ഒരു ക്യാരക്ടറിനെ ആൻ അഗസ്റ്റിന് ഈ പടത്തിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുശാഗ്രബുദ്ധി, ഗുരുട്ടുബുദ്ധി എന്നൊക്കെ പറയുന്ന സംഗതി ഒരു സാമർത്ഥ്യത്തിന്റെ മാനദണ്ഡമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമയിൽ നായകനും നായകന്റെ പിതാവും അത്ര ക്ലീൻ പൊളിറ്റീഷ്യൻസ് ആയിട്ടല്ല കാണിച്ചിട്ടുള്ളത്. അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്കറിയാമെന്ന് നായകന്റെ അച്ഛൻ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. ലോക്കപ്പ് മരണത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല എന്നും അയാൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മകൻ ഇമേജ് ബിൽഡ് ചെയ്യുന്നത് വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള രീതികളിലാണ്. സോളാർ കേസിന് സമാനമായ ഒരു കേസ് സിനിമയിൽ കൊണ്ടുവന്ന് അത് വ്യാജമായ ഒരു കേസായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലെ പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു സിനിമയാണ് ഇത് എന്നൊരു പ്രതീതി പുള്ളി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സംഭവം ഇതിന്റെ ഇടയിലൂടെ പ്രതിപക്ഷ പാർട്ടിയിലെ ആളുകളെ അധികാരമോഹികളായിട്ട് ചിത്രീകരിക്കാൻ തന്നെയാണ് സിനിമ ശ്രമിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ സന്തോഷവും ദേഷ്യവും ഒക്കെ തോന്നിയേക്കാം. പക്ഷേ പ്യുവർലി ഫിലിം മേക്കിംഗ് ലെവലിൽ നോക്കുമ്പോൾ അത് വലിയ മതിപ്പുണ്ടാക്കുന്ന ഒരു സംഗതിയല്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്